മാസം മാത്രം പ്രായം ചെന്ന പൂക്കി സർക്കാരിനെ വിലയിരുത്തുന്ന ഒരു അഡാർ ട്രോൾ പുറത്തു വന്നിട്ടുണ്ട്. ഫ്രഷായി കേരളത്തിലെ ജനങ്ങൾക്ക് സമ്മാനിച്ച ഇന്ദിരാ കട്ട് അഥവാ ലോഡ് ഷെഡിംഗ്, പവർ കട്ട് എന്ന് വിളിക്കാവുന്ന ഒരു ഇരുണ്ട കാലത്തിലൂടെ കേരളത്തെ സഞ്ചരിപ്പിക്കുന്ന സന്ദർഭത്തിൽ ഈ ട്രോളിന് സമകാലീന രാഷ്ട്രീയവുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയാതെ നിർവാഹമില്ല. അത്രമാത്രം സിമ്പിളായിട്ട് കേരളത്തിന്റെ ജനങ്ങളോട് കഴിഞ്ഞ ഉമ്മൻചാണ്ടി കാലത്ത് തുടങ്ങി ഇന്നിപ്പോ ഒരു മാസത്തിൽ മാത്രം എത്തിയ മേനോൻ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ഒരു ബിസിനസ്സുകാരന്റെ സ്വപ്നങ്ങൾ തകർത്തു എന്ന രീതിയിലുള്ള ആ ട്രോൾ ഈ നാട് കണ്ടിരിക്കണം. കമ്മ്യൂണിസ്റ്റുകാരെ, ഇതിന് മാത്രം എന്നെ ദ്രോഹിക്കാൻ ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോട് ചെയ്തത്? ഒരു ബിസിനസ്സുകാരനാവണമെന്നുള്ളത് പണ്ട് മുതലേ ഉള്ള ഒരു വലിയ ആഗ്രഹമായിരുന്നു. അങ്ങനെ വിശദമായ പഠനത്തിനും ഗവേഷണത്തിനും ശേഷം ഞാൻ 2015 ഒരു ബിസിനസ് ഐഡിയയുമായിട്ട് വന്നു. എല്ലാ വീടുകളിലും സോളാർ പാനലുകൾ വയ്ക്കുന്ന ഒരു ബിസിനസ്. പക്ഷെ അപ്പോഴത്തേക്കും നിങ്ങൾ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ച ഒരു ചേച്ചിയുമായിട്ട് രംഗത്ത് വന്നു. അതോടെ ആ കച്ചവടം പൂട്ടിക്കെട്ടി. ഏത് വീട്ടിൽ പോയിട്ട് സോളാർ എന്ന് പറഞ്ഞാലും വേറെ എന്തോ പരിപാടിക്ക് വന്നതാണെന്ന് ആളുകൾ പറയാൻ തുടങ്ങി. അങ്ങനെ സോളാറിന്റെ പരിപാടി അവസാനിപ്പിച്ച് ഞാൻ മറ്റൊരു ബിസിനസ്സിലേക്ക് കടന്നു. ഇൻവെർട്ടറുകളും എമർജൻസി ലൈറ്റുകളും വിൽക്കുന്ന കച്ചവടം. അന്നതിന് നല്ല ചെലവുണ്ടായിരുന്നു. പക്ഷേ അപ്പോഴത്തേക്കും നിങ്ങൾ അധികാരത്തിലെത്തി. പിന്നീട് മഴ വന്നാലും വെയിൽ വന്നാലും കൊടുങ്കാറ്റ് വന്നാലും പ്രളയം വന്നാലും നിങ്ങൾ കറണ്ട് കട്ടാക്കിയില്ല. എന്റെ ഇൻവെർട്ടറുകളും എമർജൻസി ലൈറ്റുകളും ചെലവാവാതെ വന്നു. കയ്യിൽ ബാക്കി ഉണ്ടായിരുന്നതിനെല്ലാം ഞാൻ കമ്പനികൾക്ക് തിരിച്ചേൽപ്പിച്ചു. അവരുമായിട്ട് തെറ്റിപ്പിരിഞ്ഞു. ഇന്റർനെറ്റിന്റെ അതിപ്രസരം കണ്ട് ഞാൻ വൈഫൈ റൂട്ടറുകളുടെ കച്ചവടം ആരംഭിച്ചു. പക്ഷെ നിങ്ങൾ അപ്പോഴത്തേക്കും ഫോൺ കൊണ്ടുവന്ന് എന്റെ ആ കച്ചവടവും പൂട്ടിച്ചു. ഇനി എന്ത് ചെയ്യണമെന്നറിയാതിരുന്ന എന്റെ മുൻപിലേക്ക് രക്ഷകനായി ഒരാൾ അവതരിച്ചു, എന്റെ മോദിജി. പുള്ളി ഗ്യാസിന്റെ വില റോക്കറ്റ് ഉയരുന്ന കണക്കിന് കൂട്ടിയപ്പോൾ ഞാൻ ഇൻഡക്ഷൻ കുക്കറുകളുടെ ബിസിനസ് ആരംഭിച്ചു. അങ്ങനെ ആ ബിസിനസ് ഭംഗിയായി നടന്നുകൊണ്ടിരിക്കവേ നിങ്ങൾ ഇലക്ഷന് തോറ്റു തുന്നം പാടി. അടുത്തു വന്ന ടീം ഗുളിക കഴിക്കുന്ന കണക്ക് ദിവസേന 4-5 തവണ ഇന്ദിരാ കട്ട് കൊണ്ടുവന്ന് എന്റെ ഇൻഡക്ഷൻ കുക്കറിന്റെ കച്ചവടവും പൂട്ടിച്ചു. ഇതിന് മാത്രം ദ്രോഹിക്കാൻ ഞാൻ നിങ്ങളോട് എന്ത് തെറ്റാണ് ചെയ്തത്? മണ്ണെണ്ണ വിളക്കിന്റെ കച്ചവടം തുടങ്ങണമെന്നുണ്ട്. പക്ഷേ മണ്ണെണ്ണയ്ക്ക് ഇപ്പം എന്താ വില? ഞാനിനി എന്ത് ചെയ്യും? ഒരു വഴി നിങ്ങൾ തന്നെ പറഞ്ഞു. കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുന്നവർക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. എങ്ങനെയാണ് സാധാരണക്കാരുടെ ജീവിതങ്ങളിലേക്ക് ചൂഷണങ്ങൾ എത്തിത്തുടങ്ങിയത്, ദുരിതങ്ങൾ എത്തിത്തുടങ്ങിയത് കേവലം ഒരു മാസം കൊണ്ട് അത് പ്രായോഗിക തലത്തിൽ നടപ്പാക്കി തുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളം പതിയെ നടന്നു തുടങ്ങിയ സാഹചര്യത്തിൽ ഇന്നലകളിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരുപാട് പ്രയോറിറ്റികൾ നിങ്ങൾ സ്വയം നഷ്ടപ്പെടുത്തി ഇതെല്ലാം ഏറ്റുവാങ്ങുക കൂടി ചെയ്യുമ്പോൾ ജനത്തിന് പറ്റിയ തെറ്റിനെ കുറിച്ച് ചിന്തിക്കാനുള്ള ഗംഭീര അവസരം ആ വീഡിയോ ഉയർത്തുന്നുണ്ട്. സോളാറിൽ തുടങ്ങി ഇൻഡക്ഷൻ കുക്കറിൽ, അതും ഇന്ദിരാ കട്ടിന്റെ സന്ദർഭത്തിൽ തന്നെ രാത്രിയിൽ മൊബൈൽ വെളിച്ചത്തിൽ ഇരുന്ന് പറഞ്ഞ കാര്യങ്ങൾ അത് ജനത്തിന് കൃത്യമായി മനസ്സിലാകുന്നുണ്ടാകാം. എങ്ങനെയാണ് മധുരമുള്ള വാക്കുകൊണ്ട് മനുഷ്യരെ പറ്റിക്കാമെന്നതിന്റെ നേർ ഉദാഹരണം.